ഹായ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. ഈ ക്രിസ്മസ് അവധിക്കാലത്ത് ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടെന്ന് കേട്ടു. നമുക്ക് അതിനെക്കുറിച്ച് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ഈ വെക്കേഷൻ ഇവിടെ ഗാഗുൽത്തയിൽ എന്തോ പ്രോഗ്രാംസ് ഉണ്ടെന്ന് കേട്ടു. എന്താ സംഭവം? സഹോദരി കേട്ടത് ശരിയാണ്. ഞങ്ങൾ ഗാഗുൽത്തായിൽ ഈ ക്രിസ്മസ് വെക്കേഷന് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനം മിഷ്പഹ എന്നുള്ള പേരിൽ നടക്കുകയാണ്. അതിന് തുടർന്ന് 31-ാം തീയതി രാത്രി വർഷാവസാന ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഷാന തോവ എന്ന പേരിലെ ഒരു ന്യൂ ഇയർ ഈവ് സംഘടിപ്പിക്കുകയാണ്. കാൻഡിക്കിൾസ് എന്ന പേരിലുള്ള ഒരു മ്യൂസിക് ബാൻഡോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കാനും ഒരു വലിയ കുടുംബങ്ങൾക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ന്യൂ ഇയർ പ്രോഗ്രാമാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ ഒരുക്കുന്നത്. ഇത് യൂത്തിന് മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടാണോ ഈ പ്രോഗ്രാം? പ്രായഭേദമന്യേ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും. മിഷ്പഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കുടുംബസമേതം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം കുടുംബസമേതം ഗാഗുൽത്തയിൽ കണ്ടക്ട് ചെയ്തതിന്. ഇതിന് ഇങ്ങനെ പ്രോഗ്രാമിൻ്റെ ടൈം, കാര്യങ്ങൾ, രജിസ്ട്രേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയും. തീർച്ചയായും നമ്മൾ 31-ാം തീയതി 7 മണി മുതൽ 10 മണി വരെ കാൻഡിക്കിൾസ് എന്ന് പറഞ്ഞ മ്യൂസിക് ബാൻഡ്, വർഷിപ്പ് ബാൻഡാണ്. അപ്പോൾ നമുക്കൊരു QR കോഡ് ഉണ്ട്. നിങ്ങളപ്പോൾ കുടുംബസമേതം എത്ര പേര് വരുന്നു എന്ന് അറിയിക്കണം. കാരണം നിങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഒരുക്കി വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദൈവത്തോടൊപ്പം ആരാധിക്കാനുള്ള മണിക്കൂറുകൾ, അതുപോലെ നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ മാലാഖമാരായി നിൽക്കുന്ന മത്സരങ്ങളും, സെയിൻ്റായി മാറുന്ന വിശുദ്ധന്മാരായി മാറുന്ന മത്സരവും, അതുപോലെ വിവാഹ വാർഷിക ആഘോഷിക്കുന്നവർക്ക് പ്രത്യേക മംഗളപത്രം നൽകിക്കൊണ്ടുള്ള എല്ലാ വിധത്തിലുള്ള ഒരു സജ്ജീകരണം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ കുടുംബസമേതം പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ മിഷ്പ ധ്യാനത്തിലേക്കും തുടർന്നുള്ള ഷാന ടോവ പ്രോഗ്രാമിലേക്കും. ഷാന തോവ, ഷാന ടോവ. ഹാപ്പി ന്യൂ ഇയർ. ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടറായ ബെന്നി പീറ്ററച്ചനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അച്ഛനിൽ നിന്നൊന്നും കേൾക്കാം. ക്രിസ്മസ് അവധിക്കാലത്ത് കുടുംബത്തെ വിശദീകരിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് പങ്കെടുക്കാവുന്ന ധ്യാനമാണ് മിഷ്പഹ എന്ന ധ്യാനം. ഓരോ പ്രായക്കാർക്കും വ്യത്യസ്തമായ തരത്തിൽ ശുശ്രൂഷ ക്രമപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. മിഷ്പഹ എന്ന ധ്യാനത്തിൻ്റെ സമാപനം 31 മനോഹരമായ ന്യൂ ഇയർ ആഘോഷം നമ്മൾ ക്രമപ്പെടുത്തും. നമ്മളൊക്കെ ഒത്തിരി ഭാരപ്പെടാറുണ്ട്. നമ്മുടെ മക്കളും മറ്റുള്ളവരും ഈശോ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് ന്യൂ ഇയർ ആഘോഷത്തിന് പോകുമെന്ന്. എങ്കിൽ കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് ആനന്ദിക്കാവുന്ന പ്രത്യേക ശുശ്രൂഷയാണ് ഷാന ടോവ എന്ന ന്യൂ ഇയർ ദിവസം ഒരുക്കുന്ന ശുശ്രൂഷ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടുവല്ലോ. മിഷ്പഹ ധ്യാനത്തിന്റെ അവസാനം ഡിസംബർ 31-ാം തീയതി രാത്രി 7 മണിക്ക് ഷാന തോവ ന്യൂ ഇയർ പ്രോഗ്രാമിലേക്ക്, ന്യൂ ഇയർ സംഗമത്തിലേക്ക് നിങ്ങൾ എല്ലാവരും വരുമല്ലോ. ഞാനും എൻ്റെ കുടുംബവും എന്തായാലും ഉണ്ടാവും. ഷാന തോവ, ഹാപ്പി ന്യൂ ഇയർ.